ഞാനിപ്പോൾ നിൽക്കുന്നത് പുണ്യമായ അടിമാലിയിലെ ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രം. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഉത്സവ ദിനങ്ങളാണ്. അപ്പോൾ ഈ നാട്ടിലെ, അതായത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളത് ഈ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും പരിപാടികളും ഒക്കെ ഉണ്ട്. മറിച്ച് അതിലുപരി ഊട്ട് നേർച്ചയുണ്ട്, ഊട്ട് സദ്യ, വളരെ മനോഹരമായിട്ടുള്ളത്. അതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, 5 മണിക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. വെളുപ്പിന് 5 മണിക്ക്. ഈ വെളുപ്പിന് വരുമ്പോഴേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോൾ കാണിക്കാം കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഞങ്ങൾ ഇവിടെ അമ്പലത്തിൻ്റെ സദ്യവട്ടം ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. രാവിലെ 4:45, 4 മണി, 4:30 ആകുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും എത്തിയിട്ട് എല്ലാവരും ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ വിഭിന്നമായിട്ടുള്ള പച്ചക്കറി വിഭവങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരെല്ലാം കൂടെ കൂടി ഇവിടെ കണ്ടോ, ഇതുണ്ടോ സന്തോഷേടാ, കണ്ടോ, ഇത് പച്ചക്കറി ചേനയുടെ ഒരു സെക്ഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി ചേച്ചിമാര് ഇത് എല്ലാവരും ചേർന്ന് വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ഈ സദ്യ അറേഞ്ച് ചെയ്യുന്നത്. ഇത് രാവിലത്തെ കാപ്പിയുണ്ട്, പിന്നെ ഉച്ചത്തെ ഊണുണ്ട്, പിന്നെ വൈകിട്ടും ഊണുണ്ട്. അങ്ങനെയാണ്. വൈകിട്ട് ഇടയ്ക്കൊരു കാപ്പി ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത്ര എല്ലാം കണ്ടോ, എന്ത് പങ്കാളിത്തം നോക്കി. അടിമാലിയിലെ എല്ലാവരുടെ പങ്കാളിത്തം ഉള്ളൊരു പരിപാടിയാണ് ഈ ക്ഷേത്രോത്സവം എന്ന് പറഞ്ഞാൽ. ഇത് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള മഹാപ്രസാദ ഊട്ട് നടക്കുന്ന ഊട്ടുപുരയിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണിത്. എല്ലാ ദിവസവും ഈ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 18-ാം തീയതി ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയുടെ തൃക്കൊടിയേറ്റ് നടന്നതാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മഹാപ്രസാദൂട്ട് നടക്കുന്നുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് ശിവരാത്രി ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും അന്നം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് അവർക്കൊരു ആത്മനിർവൃത്തി നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും കൂടിയുള്ള ഒരു മഹാപ്രസാദമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5000-6000 ആളുകൾക്ക് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഊട്ടുപുരയിൽ. അതിന് പുറമെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ജാതി മതത്തിനും രാഷ്ട്രീയമില്ല, ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിഭേദങ്ങളില്ല, വർണ്ണ വ്യത്യാസങ്ങളില്ല.
എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ ഇവിടെ വന്ന് കൂട്ടായി ഈ ശ്രമങ്ങളിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ ഒരു നേരം അന്നമെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും അന്നം കഴിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ഖ്യാതി, അടിമാലി മഹാദേവന്റെ ഖ്യാതി എല്ലാം ഇവിടെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളമൊട്ടാകല്ല, പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇവിടുന്ന് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവിടെ ഈ അന്നദാന കൗണ്ടറിൽ വന്ന് അന്നം വാങ്ങിച്ച് കഴിച്ച് വളരെ സംതൃപ്തിയോട് പോകുമ്പോൾ ഇതിലെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന ഇതിലെ ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെ ഇവിടെ ഈ ഉത്സവ കമ്മിറ്റികളുണ്ട്, പ്രത്യേക ഭാരവാഹികളൊക്കെ വെച്ചാണ് ഉത്സവ കമ്മിറ്റികളൊക്കെ ചെയ്യുന്നത്. ആ കമ്മിറ്റി അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ആത്മനിർവൃതി ചെറുതല്ല. എല്ലാ ഭക്തജനങ്ങൾക്കും, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇവിടെ വരുവാനും ഇതിൽ കൂടുവാനും ഇതിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. ഇവിടെ ക്ഷേത്ര ദർശനത്തിന് പോലും മഹാഗുരുവിൻ്റെ പ്രവചനങ്ങൾ അനുസരിച്ചാണ് നടത്തുന്നത്. ക്ഷേത്ര ഉത്സവത്തിന് ഞങ്ങൾ കരിമരുന്നും ഉപയോഗിക്കാറില്ല. കാരണം അതിൻ്റെ അകത്തുണ്ടാകും ഗുരുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ഉത്സവ പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മ കാണുന്ന ഞാനൊക്കെ കണ്ടു വളർന്ന ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ ഊട്ട് നേർച്ചയെന്നൊക്കെ പറഞ്ഞാൽ വളരെ, അതായത് ഞങ്ങളുടെ ഈ നാട്ടിലെ ജാതിഭേദമന്യേ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ജാതിഭേദമന്യേ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ ഉത്സവ നാളുകളിൽ നമ്മുടെ ക്ഷേത്രത്തിലാണ്. യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ട് കിഷോർ നമ്മോട് സംസാരിക്കും. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം എല്ലാ വർഷത്തെയും പോലെ ഈ തവണയും അതിവിപുലമായി ആഘോഷിക്കുകയാണ്. ഈ തവണയത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ ആളുകളുടെയും സജീവമായ ഒരു സഹകരണ സാന്നിധ്യം ഇവിടെ എല്ലായ്പ്പോഴും ഉണ്ട്. 10 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. 10 ദിവസത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് താലപ്പൊലി ഘോഷയാത്രയുടെ ദിവസം. ഈ പ്രദേശത്തെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് അതിവിപുലമായ ഒരു ഘോഷയാത്രയാണ് ടൗൺ ചുറ്റി ക്ഷേത്രത്തിൽ തിരികെ കയറുന്നത്. ആ ഘോഷയാത്രയ്ക്ക് പുറമെ നാളെ പള്ളിവേട്ട മഹോത്സവ ദിനം. പള്ളിവേട്ടയിലും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആ പള്ളിവേട്ടയിലും മഹോത്സവത്തിനും പങ്കെടുത്ത് മറ്റന്നാളും മഹാശിവരാത്രി ദിവസവും ഇതുപോലെ തന്നെ ഈ നാട് മുഴുവൻ ഇതിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ശിവരാത്രി മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. പിറ്റേ ദിവസം പിതൃതർപ്പണത്തിനുള്ള ബലിതർപ്പണം നടത്തി മടങ്ങുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനു പുറമെ ഇവിടുത്തെ ആദ്യം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു അന്നദാനം തന്നെയാണ്. നാനാജാതി മതസ്ഥരും യാതൊരു ഭാവരൂപ വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരേ കുടക്കീഴിൽ നിന്ന് എല്ലാവരും ഈ 10 ദിവസവും അവരവരുടെ ജോലികളെല്ലാം മാറ്റിവെച്ച് ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രസിഡന്റ് നമ്മളോട് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാം. കാരണം ഉണ്ടോ ഓരോരുത്തർ ആരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ല, അവരവരുടെ ഓരോ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ തന്നെ ഒരു മഹാ ഉത്സവമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ കണ്ടോ എല്ലാവർക്കും ഉള്ള സന്തോഷവും ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ചേട്ടാ, ഉത്സവത്തെ കുറിച്ച് സെക്രട്ടറി 2 വാക്ക്. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം കാലങ്ങളായി ഇത് വളരെ ഗംഭീരമായി നടന്നു വരുന്ന ഒരു ആഘോഷമാണ്. ഈ അടിമാലി പ്രദേശത്ത് മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ തന്നെ നിരവധി ഭാഗങ്ങളിൽ നിന്നും ഭക്തര് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടുത്തെ മഹാ അന്നദാന ത്തിൽ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്ത് പിരിയുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ്, മഹാദേവ ക്ഷേത്ര സന്നിധിയാണ് അടിമാലിയിലെ. എന്തുകൊണ്ടും നമുക്ക് ഈ അടിമാലി പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു കാര്യത്തിൽ സന്തോഷിക്കാം. ഇവിടെ ഒരു വർണ്ണ വ്യത്യാസമോ ഒരു വർഗ വ്യത്യാസമോ ഇല്ലാതെ എല്ലാ മതസ്ഥരും ഒരേ കാഴ്ചപ്പാടോടുകൂടി അടിമാലിയില് ഈ ഉത്സവ നാളുകളില് എല്ലാവരും വന്ന് സംബന്ധിക്കുകയും എല്ലാവരും പ്രസാദകൂട്ടിൽ പങ്കെടുക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സ്ഥലം ആണ് അടിമാലി ഈ ക്ഷേത്രം.